പുഷ്പന്റെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. സമരമുഖത്തെ അണയാത്താവേശം പുഷ്പൻ യാത്രയാവുകയാണ്. അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് പ്രിയ സഖാക്കൾ. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. വിപ്ലവ വീര്യത്തിൻ്റെ പ്രതീകമായ പുഷ്പൻ യാത്രയാകുന്നു. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, DYFIയുടെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ അന്ത്യയാത്രയ്ക്ക് സാക്ഷിയാകാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുഷ്പന്റെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. DYFIയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തുടങ്ങിയ വിലാപയാത്രയിലുടനീളം വഴിയരികിലെല്ലാം പ്രവർത്തകർ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ജന്മനാട് ഇപ്പോൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. 3 പതിറ്റാണ്ട് നീണ്ട പ്രതിരോധത്തിൻ്റെ ഉജ്ജ്വലമായ പ്രതീകമാണ് വിട പറയാൻ പോകുന്നത്. കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ കണ്ണൂർ പ്രിയ സഖാവിന് യാത്രയയപ്പ് നൽകുകയാണ്. ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക്, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു സഖാക്കൾ. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അവിടെയുണ്ട്. പുതിയ വിവരങ്ങൾ എന്താണ് ദീപക്? വിജിത്, അല്പസമയത്തിനകം തന്നെ വിപ്ലവ സൂര്യൻ സഹന സമര നായകന്റെ അന്ത്യോപചാരം അവസാന ഘട്ടത്തിലേക്ക് കടക്കും. ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു. ഇനി വീട്ടിൽ നിന്നും മേനപ്പുറം പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനരികിൽ പാർട്ടി എടുത്ത സ്ഥലത്തേക്ക് മൃതദേഹം കൊണ്ടുവരും. ഏറെ വികാരപരമായ ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ 94 നവംബർ 25 മുതലുള്ള 3 പതിറ്റാണ്ട് കാലത്തെ സഹനത്തിന് നാടാകെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് പാർട്ടി പ്രവർത്തകരോ DYFI പ്രവർത്തകരോ സഖാക്കളോ മാത്രമല്ല, സാധാരണ ജനങ്ങൾ, നാട്ടിലെ സ്ത്രീകൾ, വൃദ്ധർ, കുട്ടികൾ എല്ലാം തന്നെ അവരുടെ മനസ്സിലെ പുഷ്പനെ ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ വരിവരിയായി എത്തുന്ന കാഴ്ചയാണ്. എരിപൊരി വെയിലമായിരുന്നു ഇന്ന് പല സമയത്തും. ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് തലശ്ശേരി ടൗൺ ഹാളിൽ നിന്നും കൂത്തുപറമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിനിടയിൽ ആയിരങ്ങൾ എത്തുന്നു. അത് കഴിഞ്ഞ് പുഷ്പന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ നാട്ടിലെ രാമവിലാസം സ്കൂൾ, ചുക്ലി രാമവിലാസം സ്കൂളിലെ പൊതുദർശനത്തിനെത്തിയത് 10,000-ങ്ങളായിരുന്നു. അതും വെയിലത്ത് ക്യൂ നിന്ന് വരിവരിയായി അവസാനമായി പുഷ്പനെ ഒരു നോക്ക് കാണാനെത്തി. ഇനി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന നമുക്ക് കാണാൻ നിരവധി നേതാക്കൾ, ഷംസീർ, മന്ത്രി OR കേളു, അതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗം K സജീവൻ, മിക്കവാറും എല്ലാ നേതാക്കളും, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ, കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, കണ്ണൂർ ജില്ലയിലെ പ്രധാന നേതാക്കൾ എല്ലാവരും, പനോളി വത്സൻ, കാരായി രാജൻ തുടങ്ങിയ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഈ പാർട്ടി എടുത്ത പുഷ്പന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനരികിലുള്ള സ്ഥലത്തേക്ക്, ഇവിടെയാണ് അന്ത്യ കർമ്മങ്ങൾ നടക്കുന്നത്. റെഡ് സല്യൂട്ട് വിളിച്ചുകൊണ്ട് പ്രിയ സഖാവ് മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് തൊണ്ട പൊട്ടുമാർ ഉറക്കത്തിൽ മുഷ്ടി ചുരുട്ടി വീണ്ടും വീണ്ടും അഭിവാദ്യം ചെയ്യുകയാണ് സഖാക്കൾ. ഏതായാലും അല്പസമയത്തിനകം മൃതദേഹം ഇവിടെ എത്തും. ശ്രീജിത്ത്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സമരചരിത്രത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ഒരു ഏടാണ് പുഷ്പൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിലാപയാത്രയായി മൃതദേഹം കണ്ണൂരിലേക്ക് എത്തിക്കുന്നതും വഴിയരികിലെല്ലാം പ്രിയപ്പെട്ട സഖാക്കൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടു. പുഷ്പൻ തളർന്നു കിടന്ന ഏതാണ്ട് 3 പതിറ്റാണ്ടോളം കാലം പുഷ്പന് തണലായി നിന്നത് പാർട്ടിയായിരുന്നു, DYFI ആയിരുന്നു, CPM ആയിരുന്നു. ഓരോ ദിവസവും പ്രാദേശികമായുള്ള പ്രവർത്തകർ വീടുകളിലെത്തുകയും പുഷ്പന് മുന്നോട്ടുള്ള യാത്രയിൽ കരുത്ത് പകരുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ പാർട്ടി പോകുന്ന ഘട്ടത്തിലുമൊക്കെ പുഷ്പനാൽ കഴിയുന്ന പിന്തുണയും ഐക്യദാർഢ്യവുമൊക്കെ പാർട്ടി നടത്തുന്ന പ്രതിരോധത്തിന് ഒക്കെ നൽകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരിക്കലും പാർട്ടിക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഐതിഹാസികമായ ഒരു ഏട് എന്ന് തന്നെ നിസ്സംശയം നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും പുഷ്പനെ. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പുഷ്പന് അന്ത്യയാത്ര നൽകാൻ എത്തുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ, DYFIയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെയുണ്ട്. നാടൊന്നാകെ യാത്രാമൊഴി നൽകുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും. പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വഴിയരികിലൊക്കെ പ്രവർത്തകർ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയും വീട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ബന്ധുക്കൾക്കടക്കം അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരവും ഒരുക്കുകയായിരുന്നു. വലിയൊരു പോരാളിയാണ് വിട പറഞ്ഞു പോകുന്നത്. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരടക്കമുള്ളവർ അവിടെയുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാമുണ്ട്. സംസ്കാരം അല്പസമയത്തിനകം നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദീപക് ധർമ്മടം തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ദീപക്, നേരത്തെ 5 മണിയോടെ സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ അത് അല്പം വൈകിയിട്ടുണ്ട്. എങ്കിലും എത്ര മണിയോടെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ദീപക് ധർമ്മടം?
കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് ജന്മനാട്. ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നത്. വീട്ടുവളപ്പിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. അന്ത്യാഭിവാദ്യം പ്രവർത്തകർ അർപ്പിക്കുന്നത് നമുക്ക് കാണാം. ഐതിഹാസികമായൊരു സമരചരിത്രം നമ്മളെ വിട്ട് യാത്രയാവുകയാണ്. അപ്പോഴും അത് പകരുന്ന ഊർജം ചെറുതല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദീപക്, ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നു. അത് ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് പ്രവർത്തകർ. അന്ത്യയാത്ര നൽകാൻ കാത്തു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവർ. ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ദീപക്, നേരത്തെ 5 മണിയോടെ എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്, പക്ഷേ അതല്പം വൈകും. എത്ര മണിയോടുകൂടി സംസ്കാരം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ദീപക്? ക്രമം പരമാവധി പാലിക്കാൻ വേണ്ടി പാർട്ടിയും നാട്ടുകാരും എല്ലാം തയ്യാറായിട്ടുണ്ട്. പക്ഷെ എന്നാലും അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടി ജനങ്ങൾ കൂട്ടമായി എത്തുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ 5 മണിക്ക് തന്നെ സംസ്കാരം എന്നുള്ളത് ചിലപ്പോൾ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകാൻ സാധ്യതയുണ്ട്. കാരണം അത്രമേൽ ജനങ്ങളാണ് പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്നത്. അത് പാർട്ടി പ്രവർത്തകരും സഖാക്കളും മാത്രമല്ല, സാധാരണ ജനങ്ങൾ, കുട്ടികൾ, അമ്മമാർ, പ്രായം ചെന്നവർ ഒക്കെ അവസാനമായി സമര നായകനെ ഒരു നോക്ക് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അല്പസമയം വൈകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ശവസംസ്കാരം നടക്കുന്ന പാർട്ടി വാങ്ങിച്ച സ്ഥലത്തേക്ക് ഇപ്പോൾ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, ശിവദാസൻ MP തുടങ്ങിയ മുതിർന്ന നേതാക്കൾ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജില്ലാ കമ്മിറ്റി അംഗം ശബരീഷ് തുടങ്ങിയവർ എത്തുകയാണ്. മന്ത്രിമാർ OR കേളുവും അതുപോലെ തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഇവിടെയുണ്ട്. അതുപോലെ സ്ഥലം MLA കൂടിയായ KP മോഹനൻ ഇവിടെയുണ്ട്. അപ്പോൾ നേതാക്കളുടെ ഒരു വലിയ പങ്കാളിത്തം തന്നെയുണ്ട്. CPM കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അവധിയെടുത്തു. കമ്മിറ്റി യോഗത്തിൽ നിന്നും ഡൽഹിയിൽ നിന്നും എത്തിയതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും PB അംഗവുമായ MP ഗോവിന്ദൻ മാസ്റ്റർ. ഒരുപക്ഷെ 30 ആണ്ടിന്റെ സഹന സമര നായകന് നാടും പാർട്ടിയും ജനങ്ങളുമെല്ലാം ഒരു വിപ്ലവ യാത്രയപ്പ് തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയാണ്. മുദ്രാവാക്യ മുഖരിതമാണ് ചുക്ലി. പ്രിയപ്പെട്ട പുഷ്പന് വിട നൽകുന്നു പ്രവർത്തകർ, നേതാക്കൾ. 1994 നവംബർ 25-ന് സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട DYFIയുടെ പ്രക്ഷോഭത്തിനിടെ മന്ത്രിയായിരുന്ന MV രാഘവനെ തടയുന്നതും പിന്നീട് പോലീസ് നടപടിയും പോലീസ് വെടിയുതിർക്കുന്നതും 5 പേർക്ക് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ആ വെടിവെപ്പിലാണ് പുഷ്പന് പരിക്കേൽക്കുന്നത്. പിന്നീട് പുഷ്പൻ തളർന്നു കിടക്കുന്നത് 3 പതിറ്റാണ്ടോളമാണ്. ആ 3 പതിറ്റാണ്ടോളം കേരളം ജീവിക്കുന്ന രക്തസാക്ഷി എന്നാണ് പുഷ്പനെ വിശേഷിപ്പിച്ചത്. വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴും പുഷ്പനൊരു കരുത്തായിരുന്നു. പുഷ്പനൊരു സമരത്തിൻ്റെ പ്രതീകമായിരുന്നു, നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമായിരുന്നു, ആവേശത്തിൻ്റെ പ്രതീകമായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പാർട്ടിയുടെ തണലിൽ പാർട്ടി എപ്പോഴും പുഷ്പനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ തളർന്നു കിടക്കുന്ന 3 പതിറ്റാണ്ട് കാലവും പുഷ്പന് വേണ്ട എല്ലാ സഹായവും സംരക്ഷണവും ഒക്കെ ഒരുക്കി ഒപ്പം നിന്നത് പാർട്ടിയായിരുന്നു. ഈ അവസ്ഥയിൽ കഴിയുന്ന ഘട്ടത്തിലും അവിടെയുള്ള പ്രാദേശിക നേതാക്കൾ എല്ലാ ദിവസവും പുഷ്പൻ്റെ വീട്ടിലെത്തുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതും പുഷ്പനോടുള്ള സ്നേഹം എല്ലാ ഘട്ടത്തിലും പ്രകടിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. പുഷ്പനും പാർട്ടിയായിരുന്നു. നമുക്കറിയാം, പലതരത്തിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെ പിന്നീടുള്ള കേരള രാഷ്ട്രീയം കടന്നു പോകുന്ന ഘട്ടങ്ങളിലെല്ലാം പുഷ്പനും പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരിട്ടൊരു സമരരംഗത്തേക്കിറങ്ങി ആ സമരത്തിൻ്റെ ഭാഗമാകുക എന്നുള്ള പരിമിതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മനസ്സുകൊണ്ട് പാർട്ടിയോട് ഐക്യപ്പെട്ട് പാർട്ടിയോട് ചേർന്ന് നിന്ന് ആ വിപ്ലവ പോരാട്ടത്തിന് ഒപ്പം നിൽക്കാൻ പുഷ്പൻ എന്നും സാധിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകർക്ക് പുഷ്പനോടുള്ള സ്നേഹത്തിൻ്റെ കാരണവും. DYFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നാണ് വിലാപയാത്ര തുടങ്ങുന്നത്. പിന്നീട് കണ്ണൂരിലേക്കുള്ള യാത്രയിൽ വഴിയരികിലെല്ലാം പുഷ്പൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന ഒരുപാട് പ്രവർത്തകരെ നമ്മൾ കണ്ടു. പുഷ്പൻ ആവേശമാണ്. അത് ഏത് കാലത്തുള്ള വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾക്കായിക്കോട്ടെ, നേതാക്കൾക്കായിക്കോട്ടെ, പ്രവർത്തകർക്കായിക്കോട്ടെ പുഷ്പനൊരു ആവേശമായി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് പുഷ്പൻ വിട പറഞ്ഞു പോകുന്നത്. ഒരിക്കലും പുഷ്പൻ പാർട്ടി പ്രവർത്തകരുടെ മനസ്സിൽ മരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, പുഷ്പന് റെഡ് സല്യൂട്ട് നൽകിക്കൊണ്ട് പ്രവർത്തകർ എത്തുകയാണ്, നേതാക്കൾ എത്തുകയാണ്. അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് ജന്മനാട്. 24-ാം വയസ്സിലാണ് പുഷ്പൻ തളർന്നു കിടക്കുന്നത്. പിന്നീടുള്ള 3 പതിറ്റാണ്ട് കാലം പുഷ്പൻ്റെ നിശ്ചയദാർഢ്യം, പുഷ്പൻ്റെ പാർട്ടിയോടുള്ള ഐക്യപ്പെടൽ, ഇതൊക്കെ
ഒരുപാട് ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രത്തോളം സ്നേഹം പുഷ്പനോട്, എത്രത്തോളം ആവേശമായിരുന്നു പ്രവർത്തകർക്ക് പുഷ്പൻ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് ഇന്നലെ വൈകിട്ട് മുതൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ. അത് കോഴിക്കോട്ട് നിന്നുള്ള ദൃശ്യങ്ങളായിക്കോട്ടെ, വിലാപയാത്രയിലുള്ള ദൃശ്യങ്ങളായിക്കോട്ടെ, കണ്ണൂരിലെ പൊതുദർശനത്തിനിടെയുള്ള ദൃശ്യങ്ങളായിക്കോട്ടെ. പുഷ്പൻ എന്തായിരുന്നു പാർട്ടിക്ക്, DYFIക്ക്, യുവജന പ്രസ്ഥാനത്തിന് എന്നുള്ള കാര്യത്തിലൊക്കെ അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏടിൻ്റെ പ്രതീകം കൂടിയായി പുഷ്പൻ മാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പുഷ്പൻ യാത്രയായാലും അതൊരു ജ്വലിക്കുന്ന ഓർമ്മയായി നിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദീപക്, വിവരങ്ങൾ. ദീപക് ധർമ്മടത്തിലേക്ക്, സജോ ദേവസ്യയിലേക്കൊക്കെ നമുക്ക് അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി എത്താം. നേരത്തെ 5 മണിയോടുകൂടി സംസ്കാരം, അതിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു പാർട്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ പ്രേക്ഷകർക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാനമായി പുഷ്പനെ ഒരു നോക്ക് കാണാൻ വൻ ജനാവലി ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടു. പ്രിയപ്പെട്ട നേതാക്കളൊക്കെ അവസാനമായി പുഷ്പനെ ഒരു നോക്ക് കാണാൻ എത്തുന്നത് നമ്മൾ കണ്ടു. പുഷ്പൻ്റെ ഐതിഹാസികമായ ജീവിതത്തെ അനുസ്മരിക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ സമയം കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും 6 മണിയോടുകൂടി തന്നെ ആ സംസ്കാരം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഈ ഘട്ടത്തിൽ പാർട്ടി നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അവിടെ മുദ്രാവാക്യങ്ങളുമായി അന്ത്യയാത്ര, അവസാനമായി പുഷ്പൻ അന്ത്യയാത്ര ഏറ്റവും അർഹിക്കുന്ന രീതിയിൽ തന്നെയുള്ളൊരു യാത്ര പുഷ്പന് നൽകുകയാണ് പാർട്ടി പ്രവർത്തകർ. അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ സാന്നിധ്യമുണ്ട്. ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പുഷ്പനെ അനുസ്മരിക്കുന്നത് നമ്മൾ കണ്ടു. വെടിയുണ്ടയ്ക്ക് മുന്നിൽ പോലും തളരാത്ത പോരാട്ട വീര്യം എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പുഷ്പനെ വിശേഷിപ്പിച്ചത്. യുവതലമുറയ്ക്ക് വലിയ പ്രചോദനമാകുന്ന, വലിയ ആവേശമായി മാറിയ പോരാളി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുഷ്പനെ വിശേഷിപ്പിച്ചത്. ഇതാ പുഷ്പൻ യാത്രയാവുകയാണ്. അവിടെ അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. പുഷ്പൻ്റെ അന്ത്യയാത്രയും ഇത്രയും കാലം പുഷ്പനോട് ചേർന്ന് നിന്നതുപോലെ ഈ അന്ത്യയാത്രയിലും പാർട്ടി പുഷ്പനോട് ചേർന്ന് നിൽക്കുകയാണ്. അവിടെയുള്ള നാട്ടുകാർ, പാർട്ടി പ്രവർത്തകർ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മുദ്രാവാക്യ മുഖരിതമായ അന്തരീക്ഷത്തിൽ സഖാക്കളുടെ പ്രിയപ്പെട്ട പുഷ്പൻ യാത്രയാവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപക് ധർമ്മടത്തിലേക്ക് അല്പസമയത്തിനകം നമുക്കെത്താം എന്ന് കരുതുന്നു. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പൻ്റെ സംസ്കാരം ഉടൻ നടക്കാൻ പോകുന്നു. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, വിവരങ്ങൾ. സജോ, സ്മാരകമന്ദിരത്തിൻ്റെ ടെറസിലിരിക്കുന്നവർ ശ്രദ്ധിക്കണം. അതിൻ്റെ സൈഡ് ഭിത്തി അധികം ബലം പ്രയോഗിച്ചാൽ പൊട്ടാനിടയുള്ളതാണ്. സഹാക്കൾ അപകടം വരുത്താതെ ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സമരമുന്നണിയിലെ അണയാത്ത ആവേശം, വിപ്ലവ വീരത്തിൻ്റെ പ്രതീകമായ പുഷ്പന് വിട ചൊല്ലുന്നു ജന്മനാട്. DYFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്രയിൽ നിരവധി പേർ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത് നമ്മൾ കണ്ടു. എലത്തൂര്, പൂക്കാട്, കൊയിലാണ്ടി, നന്ദി, പയ്യോളി, വടകര, നാദാപുരം, മാഹി, അവിടെയൊക്കെ റോഡിൻ്റെ ഇരുവശങ്ങളിലും നിരവധി പേരാണ് പ്രിയ സഖാവിനെ അവസാനമായി കാണാൻ തിങ്ങിക്കൂടിയത്. തലശ്ശേരിക്കും കൂത്തുപറമ്പിനും പിന്നാലെ ചുക്ലി, രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനം നടന്നിരുന്നു. അവിടെയും പ്രിയപ്പെട്ട പ്രവർത്തകർ, നേതാക്കളൊക്കെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നു. ഇല്ല, പുഷ്പൻ മരിക്കില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സഹന സൂര്യന് വിട നൽകുകയാണ് പ്രിയപ്പെട്ട നാട്. വൈകിട്ട് 5 മണിയോടെ സംസ്കാരം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അത് അല്പം വൈകുന്നുണ്ട്. ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ ആ സംസ്കാരം പൂർത്തിയാകും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ചുക്ലിയിലെ വീട്ടിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഐതിഹാസികമായ ഏടുകളിൽ ഒന്നാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരിക്കലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ഏടാണത്. അത് CPIM-നെ സംബന്ധിച്ചിടത്തോളം ആയിക്കോട്ടെ, DYFI-യെ സംബന്ധിച്ചിടത്തോളം ആയിക്കോട്ടെ, വിപ്ലവ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിക്കോട്ടെ, ഏറ്റവും ഐതിഹാസികമായൊരു ഏട്. ആ ഏടിൻ്റെ ജീവിക്കുന്ന പ്രതീകം എന്നുള്ള നിലയിലാണ് പുഷ്പനെ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി നമ്മൾ വിശേഷിപ്പിച്ചത്. ആ പുഷ്പനാണ് വിട പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും വീരോചിതമായ യാത്രയയപ്പ് പുഷ്പന് നൽകേണ്ടതുണ്ട്. പാർട്ടി അതുകൊണ്ട് തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. എല്ലാ നേതാക്കളും അവിടേക്ക് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുകയാണ്. പ്രവർത്തകരുടെ കാര്യത്തിലും അതുതന്നെ. അത് അക്കാലം മുതൽ ഈ കാലം വരെ DYFI-യോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച, അല്ലെങ്കിൽ CPIM-നോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച, വിപ്ലവ പ്രസ്ഥാനങ്ങളോടൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഐതിഹാസികമായൊരു ഏട് എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം.